മാനേജ് ചെയ്യട്ടെ. മുളച്ച വിത്ത് എവിടെയെങ്കിലും കണ്ടാൽ ഒരു തരി സ്ഥലം കണ്ടെത്തി അപ്പം അത് കുഴിച്ചിടും. പിന്നെ നനയും തിരിയും തുടങ്ങും. ഷോ, എന്തൊരു വേദനയത്. സംഗതി എൻ്റെ അമ്മ മരിക്കും വരെ ഈ റബ്ബർ പന്ത് നിലത്തിട്ട പോലെ ഓടി നടക്കുമായിരുന്നു. അമ്മയുടെ പകുതി പ്രായമായിട്ടില്ല എനിക്ക്. തുടങ്ങി പാരവശ്യങ്ങള്. ആരോടാ നീ വർത്താനം പറയണേ? ആരോടുമില്ല. മനസ്സിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കും. അതിനാളോള് വേണമെന്നില്ല. അല്ല, നീ എന്തിനാ ഇപ്പൊ വന്നേ? അല്ല, നീ എപ്പോഴാ എന്റെ തുണി തിരിച്ചു തരാ? അസലായിട്ടുണ്ട് എൻ്റെ ബിന്ദുമോളെ. ഒരു കണക്കിന് ഞാനതങ്ങ് വെട്ടിവെച്ചിട്ടുണ്ട്. തയ്ക്കാനൊരു തരി സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഇനി തയ്ക്കാനായിട്ട് ഇത്തിരി നേരല്ലേ വേണ്ടോ ലില്ലി കുട്ടിയെ? പിന്നെ എനിക്കാണെങ്കിൽ ഇത് നോക്കിയിരിക്കണ്ടല്ലോ. അതെങ്ങനെയാ എൻ്റെ ബിന്ദുവോ? നിന്നെക്കാളും മുന്നേ തന്നവർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. ഇത്രയും തിരക്കുണ്ടെങ്കിൽ വേറെ വല്ലവർക്കും കൊടുക്കായിരുന്നില്ലേ? തിരക്കാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. വെട്ടിവെച്ച നിലയ്ക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോന്ന് പറയണത് ശരിയല്ലാത്തോണ്ട് പറയാ. മറ്റന്നാൾ തരാം. അതെ, നാളേക്ക് ആക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനിയിപ്പം മറ്റന്നാളും മതി. മറ്റന്നാള് മതി. ഞാനേ മറന്നു പോണ്ടാന്ന് വെച്ചിട്ട് വന്നതാ. ഇതാണ് ഇവിടുത്തെ ആളോളുടെ കാര്യം. എപ്പോഴാ ഒഴിവെന്ന് വെച്ചാ തയ്ച്ചാ മതിയെന്ന് പറഞ്ഞ് പോയ ആളാ ആ കക്ഷി. വന്നത് കണ്ടില്ലേ, ശരിയായില്ലേന്ന്. ദേഷ്യം വരാതിരിക്കോ? അപ്പൊ ചില ആളോള് വിചാരിക്കും അവള് തന്നത് 2-3 ആഴ്ച മുന്നാണെന്ന്. ദേ, ഇന്നലെ സന്ധ്യക്ക് തന്ന സാധനത്തിന്റെ കാര്യാ അവള് പറയണത്. തയ്ക്കാൻ തന്ന തുണികള് ഇവിടെ വെച്ചിട്ട് എനിക്കെന്തുട്ട കാര്യം? ഇത് നല്ല കൂത്ത്. തയ്ക്കാൻ കിട്ടണത് അപ്പ തന്നെ തയ്ക്കണ്, അപ്പ തന്നെ കാശും വാങ്ങിക്കണ്. അതല്ലേ രസം. പക്ഷെ പറ്റണില്ലാലോ. അല്ല, ഞാനിപ്പത് ആരോടാ പറയണേ? കുട്ടികളെ, ഒന്നിങ്ങോട്ട് വന്നേ. മക്കളെ, നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? എനിക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടി. ഗുൽമോഹർ എല്ലാ വിഷയത്തിലും ജയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഒരു വിഷയത്തില് ഇത്തിരി മാർക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാത്തിലും ജയിച്ചിട്ടുണ്ട്. പോയിക്കോളൂ കുട്ടികളെ. എബിന് ഇതുവരെ കിട്ടിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങ് വരട്ടെ. അതെ, നിങ്ങൾ എന്തുട്ടീ കാണിക്കണേ? ഉള്ള ചപ്പും ചവറും എല്ലാം എൻ്റെ പറമ്പിലാ. എത്ര രൂപ ചെലവഴിച്ചാണെന്നറിയോ ഈ മുറ്റത്ത് മുഴുവൻ ടൈല് വിരിച്ചത്? കാലത്ത് അടിച്ചു വരാൻ മണിക്കൂറുകൾ വേണം. ഷോ, എന്തൊരു കഷ്ടത്. അങ്ങോരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? ലില്ലിക്കുട്ടിയെങ്കിലും ഒന്ന് പറയേ. ഷോ, എന്ത് കഷ്ടത്. എന്തോരം ഇവരോട് പറയേ. പറഞ്ഞു തോറ്റി. ഞങ്ങൾ ജാതി സാധനങ്ങളായാലും ഈ അപ്പൻ ഇതെന്താ ചെയ്യണേ? അപ്പാ, അപ്പച്ചാ, മതിയാക്കിയില്ലേ പറമ്പിലെ പണി? ഞാനിവിടെ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. ഇനി നേരം വൈകിയ ഈച്ചക്കാപ്പി ആകൂട്ടത്. കഴിഞ്ഞു മോളെ. മുത്താരത്ത് പപ്പനൊരു റംബൂട്ടാൻ തായി തന്നിരുന്നു. അതൊന്ന് കുഴിച്ചിടാൻ നോക്കിയതാ. ഇനി ഈ പറമ്പിൽ വല്ലതും വെക്കാനുണ്ടോ? അയൽവക്കക്കാര് പരാതി പറഞ്ഞു തുടങ്ങി. കൊമ്പും ചില്ലിയും മതിലിനപ്പുറം കടന്നു, ടൈല് വിരിച്ച മുറ്റത്ത് അപ്പടി ചവറാണെന്നും പറഞ്ഞ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത്
ഈ മതിലൊന്നു പറയുന്ന സാധനമൊന്നും ഇല്ല. അതിർത്തി കുറ്റി ഉണ്ടാവും, അത്ര തന്നെ. ചൂടറിയിട്ടുണ്ടാവും, ഞാൻ ഗുളിക കൊണ്ടുവരാം. ചവറ് വീഴുന്ന കാര്യം അവരെന്നോട് ഇപ്പോഴും പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടിക്കൊടുക്കാമെന്ന്. അപ്പന് പറയായിരുന്നില്ലേ വേണമെങ്കിൽ വെട്ടിക്കോളാൻ? 10 ഇല പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കണു അത്രേ. എപ്പോഴും വരും, ചാമ്പയ്ക്കുണ്ടോ ചക്കയുണ്ടോ ലൂബിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഇനി വരട്ടെ, പറഞ്ഞു കൊടുക്കണുണ്ട് ഞാൻ. നിന്റെ ഈ ദേഷ്യം ആദ്യം നിർത്ത്. അകലെ കിടക്കുന്ന സ്വന്തക്കാരെക്കാളും നല്ലത് അടുത്ത് കിടക്കുന്ന ശത്രുക്കളാണെന്ന് പഴമക്കാർ ഇപ്പോഴും പറയും. എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുവാൻ അവരല്ലേ ഉണ്ടാവുള്ളൂ. ആ ബെസ്റ്റ് മിടുക്കൻ ചെക്കനാന്നും പറഞ്ഞ് എപ്പോഴും താലോലിക്കാറുള്ള ആ ചെക്കനില്ലേ പടിഞ്ഞാറേലെ, ആ ചെക്കൻ പോയി കാനഡയ്ക്ക്. അപ്പനോട് പറഞ്ഞോ? അത് ഞാൻ അറിഞ്ഞില്ലേട്ടോ. ആ ഇത് തന്നെയാ പറഞ്ഞേ, അയൽവക്കത്തിന്റെ ഗുണം. കൊത്തി നനച്ചുണ്ടാക്കണത് ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ എന്തുണ്ടായി? എങ്ങനെയായാലും നിന്റെ വീട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ ഒരു 10 ആള് വന്നാൽ അടുക്കള പുകയാതെ വിശപ്പകറ്റാനുള്ളത് എൻ്റെ ഈ മക്കള് തരും. ഈ പറമ്പിലോട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയാൽ മതി. ആ അപ്പുട്ടി എത്തിയല്ലോ. അപ്പൊ ചേച്ചി എന്താടാ? നിനക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയോടാ? എബിനെ നിന്നോടാ ചോദിച്ചത്, പ്രോഗ്രസ് കാർഡ് കിട്ടിയോന്ന്. ഇല്ലെന്നല്ലേ അമ്മേ പറഞ്ഞേ? ആ എന്താ മോളെ, കുട്ടികൾ കുടുംബത്തേക്ക് വന്ന് കേറിയില്ല. അപ്പച്ചനൊന്നും മിണ്ടാതിരിക്കേ. അപ്പച്ചൻ തന്നെയാ കുട്ടികൾക്ക് യോധനം വെച്ചു കൊടുക്കുന്നത്. എബിൻ നിന്നോടാ ചോദിച്ചത്. അപ്പുറത്തെ കുട്ടികളെ എന്നോട് പറഞ്ഞു 2 ദിവസമായി അവർക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയെന്ന്. മോളെ നീ എന്തീ കാണിക്കണേ? കാലത്ത് പഠിപ്പ് എന്ന് പറഞ്ഞ് പുറത്തു പോയി വന്ന കുട്ടികളെയാ നീ ഇട്ട് ഓടിക്കുന്നേ. എടാ മോനെ, നിനക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയടാ. കേട്ടല്ലോ കേട്ടല്ലോ, കുടുംബത്തിൽ ആരെങ്കിലും ഈ കുട്ടികൾക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കള്ളത്തരം കാട്ടുമായിരുന്നോ? നീ ഒന്ന് ചുമ്മാതിരിക്കേ. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. ആളോടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അപ്പൊ അതാണ് കഥ. ആളോളുടെ മുഖത്താ കുട്ടികളുടെ ഭാവി, അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനല്ല ധൃതി. എന്താടാ നീ പ്രോഗ്രസ് കാർഡ് കിട്ടിയ കാര്യം അമ്മയോട് പറയാതിരുന്നത്? ഞാനൊരു വിഷയത്തിൽ തോറ്റു. അമ്മ അറിഞ്ഞ എന്നെ തല്ലും. പറഞ്ഞോ, തല്ലാനും വന്നു. കളവ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നവന് ഒരിക്കലും നിലനിൽപ്പില്ല. അമ്മയോട് കുറ്റേറ്റ് പറയും, ഇനി മുതൽ നന്നായി പഠിക്കാമെന്ന്. അമ്മേനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ലിലിമോളെ, സ്കൂളിലെ പഠിപ്പ് മാത്രം വെച്ചാ നമ്മുടെ മക്കള് മറ്റെല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് വാങ്ങിയത്. ഏതിലാണ് പ്രയാസമെന്ന് തോന്നുന്നെങ്കിൽ അതിന് ട്യൂഷനോ മറ്റോ കൊടുത്താൽ മതിയല്ലേ. പഠിപ്പില് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നേ ഞാൻ പറയുള്ളൂ. സ്കൂൾ ശാസ്ത്രമേളയില് 1ാം സമ്മാനം കിട്ടിയ എന്തോ ഒരു സാധനം അവൻ ഉണ്ടാക്കിയല്ലോ. 100-800 കുട്ടികളിൽ നിന്നാ അവൻ ഈ സമ്മാനം നേടിയെടുത്തത്. ആ കഴിവ് കാണാതെ പോയി എല്ലാവരും. അമ്മേ, സോറി അമ്മേ. നീ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല കേട്ടോ, സത്യം. നീ അവന് തിന്നാൻ എന്തെങ്കിലും കൊടുത്തേ? അല്ല പിന്നെ. വാടാ.
പേടിച്ചു പോയി എന്റെ എൽസ. വാ, അവളിവിടെ ഉണ്ട്. ശരിക്കും പേടിച്ചു പോയെന്റെ എൽസേ. നീ എന്താ ആരോടും പറയാണ്ട് പോന്നേ? നീ അവനോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്. നീ ധൈര്യമായിട്ടില്ലേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ദേ നോക്ക്, ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ല, അറിയാനും പാടില്ല. ഞങ്ങള് പോവാട്ടാ. അമ്മ ചോദിച്ചാ വെറുതെ വന്നാന്ന് പറഞ്ഞാ മതി. എന്താ മോളെ, നിനക്കെന്താ പറ്റിയത്? ഞാൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. പക്ഷെ അവര് മോളെ, എബിമോൻ 5ൽ പഠിക്കുമ്പോൾ പോയതാ നിങ്ങളുടെ അപ്പച്ചൻ. നിങ്ങളെ കാണണമെന്നും നിങ്ങളോടൊപ്പം കഴിയണമെന്നും മോഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ മക്കള് ഇനി അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് ദൈവത്തിനോട് പറയും. അപ്പനും അമ്മയും മക്കളും അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെയുള്ള നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ പഠിത്തത്തിനുള്ള നെട്ടോട്ടാണ് നമ്മുടെ കുട്ടികൾ. അപ്പനമ്മമാര് പുത്തൻ സ്വപ്നങ്ങൾ കോർത്തിണക്കാൻ പാടുപെടുക. ഉള്ള ഇത്തിരി സമയവും മൊബൈലും ടിവിയിലുമായിട്ട് തീരുക. പരസ്പരം സന്തോഷവും സങ്കടവും പറയാൻ ആർക്കും സമയമില്ല. ജീവിതത്തിലെ ഏറ്റവും അടുത്ത കൂട്ടുകാർ സ്വന്തം അപ്പനും അമ്മയും ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും അത്. മോളെ അലട്ടുന്ന കാര്യം എന്താണെന്ന് അപ്പാപ്പൻ അറിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീതി മൂലമുള്ള പിന്മാറ്റമോ പരാജയബോധമോ നല്ലൊരു ജീവിതത്തിന് പ്രാപ്തമല്ല എന്ന് ഞാൻ പറയും. കഠിന പരിശ്രമത്തിലൂടെ നമുക്കെല്ലാവർക്കും വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിന് പരാജയത്തിൻ്റെ കയ്പ് നീരറിഞ്ഞാൽ വിജയത്തിൻ്റെ മാധുര്യവും കൂടും. ഒരാൾ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, പേരറിയില്ല, അയാൾ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു എന്നും അവനോടൊപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരൻ പഠിച്ച് ഉയർന്ന മാർക്കോടുകൂടി പാസ്സായത്രേ. ഇന്ന് ആ കൂട്ടുകാരൻ അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിയാണത്രേ കഴിയുന്നത്. പക്ഷേ ആ കൂട്ടുകാരൻ എൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മക്കളെ, ഇങ്ങു വാ. അപ്പാപ്പ, ഇപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് താങ്ങും തണലുമായി ഞങ്ങളൊക്കെയുണ്ട്. നിങ്ങൾ വളർന്നു വലുതാവണം. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തളരും. അപ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും താങ്ങും തണലുമായി എൻ്റെ കുഞ്ഞു മക്കൾ മാറണം.
സർവശക്തനായ ദൈവം അതിനുള്ള ശക്തി നിങ്ങൾക്ക് തരും. ജീവിത ലക്ഷ്യം നേടാനായുള്ള പ്രയാണത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ ദീർഘവീക്ഷണത്തോടെയും ദിശാബോധത്തോടെയുമുള്ള അവബോധം സൃഷ്ടിക്കാനായാൽ ജീവിതം ധന്യം. ഈ എളിയ അവതരണത്തിന് ഇത് സാധ്യമായെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നന്ദി, നമസ്കാരം.